ഹലോ പരിപാടി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ചൂടൊക്കെ എങ്ങനെയുണ്ട്? നല്ല ചൂടല്ലേ? അപ്പോൾ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ല വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുമായിരുന്നു. ഇന്ന് ചോറുണ്ടപ്പോഴേ ഇവിടെ ഒരു മുള്ള് കയറിക്കൊണ്ട് അവിടെ മേളിൽ ഇവിടെ ഇരിക്കുകയാണത്, പോണില്ല. അപ്പോൾ അതുകൊണ്ട് മുള്ളുള്ളതുകൊണ്ട് എന്തോ ഒരു ഇത് എത്ര ഇതാച്ചാൽ പോകുന്നില്ല. അതിന് എപ്പോഴേലും പല്ലൊക്കെ തേക്കുമ്പോൾ പോവുമായിരിക്കും, വൈകിട്ട് വല്ലേക്കും അപ്പോൾ പോവുമായിരിക്കും. അപ്പോൾ ഇന്നെന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇന്ന് പറയാൻ വന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാമല്ലോ. അപ്പം ഞാനും എൻ്റെ അഭിപ്രായം പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്, ഒരു ന്യൂസ് നമ്മുടെ ഒരാഴ്ച മേളിലായല്ലോ. അത് എല്ലാവരും അറിഞ്ഞിട്ട്, ആരും അറിയാതെ, കേരളത്തിൽ ആരും അറിയാതിരിക്കാൻ വഴിയില്ല. അത്രയ്ക്ക് വലിയൊരു ന്യൂസായിരുന്നു. നമ്മുടെ കോട്ടയം നേഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞ സംഭവം തന്നെയല്ലേ. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയാനാണ് ഞാൻ വന്നത്. അല്ലേന്ന് ആണ് ഞാൻ വന്നത്. അപ്പം അപ്പോൾ റാഗിങ് എന്നൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ ഇതുവരെ നമ്മുടെ കൺമുന്നിലൊന്നും അത് നേരിട്ട് കണ്ടിട്ടില്ല. ഇതും നമ്മൾ നേരിട്ട് കണ്ടതല്ല. എന്നാലും അത് ചെയ്തവന്മാർ തന്നെ വീഡിയോ എടുത്ത് നമുക്കൊക്കെ കാണിച്ചു തന്നു. അപ്പം നമ്മളതെല്ലാം കണ്ട് ഇല്ലേ. അപ്പം ഇത്രയും ക്രൂരകൃത്യം ചെയ്യണ ഇവന്മാരെ പോലുള്ള ഈ നരാധപന്മാരെ പോലുള്ളവരാണ് ഇനി നേഴ്സിങ്ങൊക്കെ പഠിച്ച് അവിടെ എവിടെയെന്ന് വെച്ചാൽ കേരളത്തിനകത്തും പുറത്തും എല്ലാം, എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, കേരളത്തിനകത്തും പുറത്തും എല്ലാം പോയി നേഴ്സിംഗ് പഠിച്ചിട്ട് നമ്മുടെ ജീവനെ കൊണ്ട് നാളെ അവരുടെ കയ്യിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഇന്നും പല ഡോക്ടർമാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ മുന്നിൽ പോകാൻ എനിക്ക് പേടിയാണ്. പഠിച്ചതല്ലെങ്കിൽ പോലും, പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അത് മെയിനായിട്ടുള്ളൊരു ഡോക്ടറാണെങ്കിലും എനിക്ക് ഇന്ന് പേടിയാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേൾക്കണതല്ല അങ്ങനത്തെ കാര്യങ്ങളാണ്. ഹോസ്പിറ്റലുകളിൽ എന്നുവെച്ചാൽ ചീത്ത മാത്രമല്ല, നല്ലതും കേൾക്കുന്നുണ്ട്. നല്ലതിനേക്കാളും കൂടുതൽ ചീത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഡോക്ടറല്ല, പല ഡോക്ടർമാരാണ്. ഇപ്പം എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് പേടിയാണ് ആശുപത്രി പോകാനും മരുന്ന് കഴിക്കാനും. ഞാൻ ആശുപത്രി അഥവാ പോയാലും അവർ തരുന്ന മരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെ അറിയുന്നവർക്കറിയാം. എന്നെ എല്ലാവരും വഴക്ക് പറയും, നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്തിനാണ് ആശുപത്രി പോകണമെന്ന് എൻ്റെ ചോദിക്കും. പിന്നെ തീരെ നിവർത്തിയില്ലെങ്കിൽ ചാവണമെങ്കിൽ ചാവട്ടെ എന്ന് വിചാരിച്ച് ആ വേദനയുടെ കാഠിന്യം കൊണ്ട് നമ്മൾ കഴിക്കും. എന്നെ വഴക്ക് പറഞ്ഞാണ് ഞാൻ കഴിയണതും ആശുപത്രി നമ്മൾ സമാധാനത്തിന് വേണ്ടി ഒന്ന് പോകും. പക്ഷേ പോയി കഴിഞ്ഞാലും മരുന്ന് കഴിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴൊക്കെ നെഞ്ച് പടച്ചിലാണ്. സത്യം പറഞ്ഞാൽ അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യണം. ഇപ്പം നമുക്ക് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നതോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഇതിലൂടെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് പേടി. നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, പിന്നെ അത് മാത്രമല്ല എത്രയോ ഓപ്പറേഷനുകൾ നടത്തി നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ട് അതിനെ വയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പഞ്ഞി വെച്ച് തുന്നിക്കെട്ടിയ സംഭവങ്ങളുണ്ട്, ബ്ലേഡ് വെച്ച് തുന്നിക്കെട്ടിയ സംഭവങ്ങളുണ്ട്. എന്നിട്ട് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ സംഭവിക്കുന്നത് ഡോക്ടർമാരുടെ അശ്രദ്ധ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന നേഴ്സുമാരുടെ അശ്രദ്ധ അല്ലേ? അതുകൊണ്ടല്ലേ സംഭവിക്കുന്നത്? നിങ്ങൾ പറ, അതുകൊണ്ടല്ലേ സംഭവിക്കുന്നത്? അപ്പോൾ ഒരു രോഗിക്ക് ഇവരൊക്കെ എത്രത്തോളം കെയറാണ് കൊടുക്കുന്നത്?
ഒരു വയറ് വലിച്ച് തുറന്ന് വെച്ചിട്ട് അവർ കെയർലെസ് ആയിട്ട് നിൽക്കുകയാണ്. അവർക്കതിൽ അതുകൊണ്ടാണല്ലോ ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ വരുന്ന ആ രോഗി വരുന്ന മരണം വരെ സംഭവിക്കാം. അതൊക്കെ ഇവരുടെ അശ്രദ്ധ കൊണ്ട് എത്രയോ സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് അല്ലേ, നമ്മൾ കേൾക്കുന്നതല്ലേ, ദിനം പ്രതി നമ്മൾ കേൾക്കുന്നതാണ്. ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതിപ്പം എല്ലാം നടക്കുന്ന സംഭവങ്ങൾ തന്നെ. അപ്പം ഇങ്ങനെയുള്ള ഇവന്മാർ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇന്ന് എങ്ങനെയാണ് നമ്മൾ പോയി ഡോക്ടർമാരെ കണ്ടിട്ട് ഇവന്മാരെ അടുത്തോട്ട്, ഇവന്മാരായാലും അവളുമാരായാലും ചെന്ന്, എല്ലാവരും അല്ല, ഞാൻ പിന്നും പറയാണ്, എല്ലാവരും അല്ല, ഇതുപോലുള്ളവർ, അത് പെണ്ണായാലും ശരി ആണായാലും ശരി. പിന്നെ ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴായാലും അവർ നമ്മളോട് മോശമായിട്ട് തന്നെ, നേഴ്സുമാരുടെയൊക്കെ ഒരുപാട് പെരുമാറ്റം, വളരെ അപൂർവങ്ങളിൽ നല്ലതായിട്ട് പെരുമാറുന്ന നേഴ്സുമാരുള്ളൂ. അല്ലെങ്കിൽ വളരെ മോശം, നമ്മൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലൊന്നും അല്ല നമ്മളോട് ഇടപെടുന്നതും നമുക്ക് പറഞ്ഞു തരുന്നതും. എല്ലാവരും ഇല്ല, എല്ലാത്തിലും അതാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഇല്ല, ചിലർ മാത്രം. അപ്പം ഇങ്ങനെയുള്ള ഈ ക്രിമിനലുകളാണ് ഇന്ന് നമ്മളെ ചികിത്സിക്കാനായിട്ട് പഠിച്ചിറങ്ങിയിട്ട് വരുന്ന ഇവന്മാർ നിങ്ങളൊന്ന് ഓർക്കണം. ഇവന്മാർ പഠിക്കാനാണോ പോയതെന്ന് നിങ്ങളൊന്ന് ഓർക്കണം. പഠിക്കാനാണോ പോയത്? പഠിക്കാൻ പോയെങ്കിൽ ഈ ഒരു പ്രവൃത്തി അവിടെ നടക്കത്തില്ല. അല്ലെങ്കിൽ റാഗിങ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു പാട്ടോ ഡാൻസോ ഒക്കെ കളിപ്പിച്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു തവളച്ചാട്ടം അങ്ങനെയൊക്കെ ചാടിക്കുക, ഡാൻസ് കളിപ്പിക്കുക, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള ക്രൂരം, മുമ്പ് റാഗിങ് ചെയ്ത് പിള്ളേരൊക്കെ മരിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മളതൊന്നും കണ്ടിട്ടില്ല, മരിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ കണ്ട കാര്യങ്ങളല്ലേ അല്ലേ. അവന്മാർ തന്നെ വീഡിയോ പകർത്തി പൊതുസമൂഹത്തിന് ഇട്ടുതന്ന കാര്യമാണ്. അപ്പം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇനി ഇവരെ പോലെയുള്ളവരുടെ കയ്യിലോട്ടാണ് നമ്മൾ നമ്മുടെ ശരീരങ്ങൾ കൊടുക്കേണ്ടത് അല്ലേ, നമ്മളെ ശരീരങ്ങൾ കൊടുക്കേണ്ടത്. ഡോക്ടർമാരുടെ അടുത്തായാലും എനിക്ക് പേടിയാണ്. ഈ ചെറുപ്പക്കാരായ ഡോക്ടർമാരുടെ അടുത്ത് പോയിരിക്കാൻ എനിക്ക് പേടിയാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് പേടിയാണ്. ഒത്തിരി കൂടെ മുതിർന്ന ഒരു വയസ്സായ ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട് എന്ന നമ്മുടെ നമുക്കൊരു ധൈര്യമുണ്ട്. പക്ഷേ ഈ പഠിച്ചൊക്കെ ഇറങ്ങുന്ന ചെറുപ്പക്കാരെ ഡോക്ടർമാരുടെ അടുത്ത് പോയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് പേടിയാണ്. പക്ഷേ എല്ലാ ചെറുപ്പക്കാരും അങ്ങനെയെല്ലാം നല്ല എല്ലാം അറിയുന്നവർ, പഠിച്ചിറങ്ങി അവർ പഠിച്ചിറങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കാം. പക്ഷേ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലുള്ള ആയതുകൊണ്ടാണ് നമുക്ക് പേടി വരുന്നത്. നമ്മളൊന്നും കേൾക്കാതിരുന്ന് നമുക്കൊരു പേടിയില്ല. പക്ഷെ നമ്മളെ ജീവൻ പോകുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. അപ്പം നമ്മളും കൂടെ കുറച്ച് ശ്രദ്ധിച്ചൊക്കെ ഇനിയുള്ള കാലം നമ്മളും കൂടെയൊക്കെ എല്ലാവരുടെ മുമ്പിൽ നമ്മളെ ശരീരം കൊണ്ടുവന്ന് അവരെ ഏൽപ്പിക്കരുത്. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ മുറുകെ പിടിച്ച് നമ്മുടെ ഹൃദയത്തിലെ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഒരു ഡോക്ടറെ അടുത്ത് പോയിരിക്കാൻ. ആ ഡോക്ടറിൽ നിന്ന് നമുക്ക് നല്ല സേവനം കിട്ടണം, നമ്മളെ രോഗം ആ ഡോക്ടറിൽ നിന്ന് നമുക്ക് ഭേദമാക്കി തരണേ ദൈവമേ എന്നും പറഞ്ഞിട്ടേ പോകുകയുള്ളൂ. പിന്നെന്താണ്, പിന്നെ ഇതുപോലുള്ള ഈ നരാധവന്മാർ ഇനി ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ വളർന്നു വരുന്ന പഠിക്കുന്ന ഒരുപാട് കുഞ്ഞു കുട്ടികൾ പഠിച്ച് വരുന്നുണ്ട് അല്ലേ. LKG UKG മുതൽ പഠിച്ചു വരുന്ന പിള്ളേരാണ്. അപ്പോൾ അവർ നാളെ LKG ആയി കഴിഞ്ഞ് എല്ലാ പഠിത്തങ്ങളും വന്നിട്ട് അവർക്ക് ഒരു തൊഴിൽ പഠിക്കണമെങ്കിൽ കോളേജുകളിലൊക്കെ വേണം പഠിക്കേണ്ടത്. അപ്പം ഞാൻ പറയുന്നത്, ഇന്നത്തെ ഈ ജനങ്ങൾ തന്നെ ഇതിനെ നേരെ, ഇവന്മാരെ പോലീസിലൊന്നും ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ജനങ്ങൾ തന്നെ ഇവന്മാരെയൊക്കെ ഇങ്ങനെയുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്യണം. ഈ കള്ളന്മാരെയും കൊലപാതകളെയും ഇങ്ങനത്തെ ദുഷ്ട മനസ്സുള്ള ഈ മൃഗീയമായിട്ട് മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട് അല്ലേ. ഇവന്മാർക്കും ഇതുപോലുള്ള വേദനകൾ വേണം. അല്ല പോലീസ് പിടിച്ചുകൊണ്ട് പോയി 2 ദിവസം ലോക്കപ്പിലിട്ട് അല്ലെങ്കിൽ 2 ഇടി കൊടുത്താൽ അത് തീരും. ഇവന്മാർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ വേണം. ഇനി ഇവന്മാർ ഈ അടുത്ത കാലത്തൊന്നും പുറം ലോകം കാണരുത്. അഥവാ കണ്ടിട്ട് ഇറങ്ങിയാലും ഇവർക്ക് ഇനി വിദ്യാഭ്യാസ യോഗ്യത കൊടുക്കരുത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇവർക്ക് വിദ്യാഭ്യാസം
കൊടുക്കരുത്. വിദ്യാഭ്യാസം പാടെ നിഷേധിക്കണം. ഒരു തൊഴിൽ സ്ഥാപനങ്ങളിലും ഇവർക്ക് തൊഴിൽ കൊടുക്കരുത്. ഇവർ ചെയ്ത എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവണം. അത് മാത്രമല്ല, പുറത്ത് ഇനിയും ഇതുപോലെ അനേകരുണ്ട്, ഇതേ ദുഷ്ട മനസ്സുള്ള അനേകരുണ്ട്. ഇന്ന് കേരളത്തിൽ നല്ല മനസ്സുള്ളവരെക്കാൾ കൂടുതൽ ഇതുപോലെ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇന്ന് കൂടുതൽ നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലെന്ന് തോന്നുന്നു ഇങ്ങനെ ഉള്ള ആൾക്കാർ. പുറം ലോകത്ത് അത്രയൊന്നും നമ്മളിപ്പോൾ അറിയുന്നില്ല. പക്ഷേ പണ്ടൊക്കെ വെളിയിലോട്ടൊക്കെ ആയിരുന്നു. നമുക്ക് കേരളത്തിലൊന്നും ഇങ്ങനെ വളരെ അപൂർവമായിട്ടാണ് കേട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ. പക്ഷേ ഇപ്പം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, കൊല്ലയായാലും കൊലയായാലും പീഡനമായാലും പിടിച്ചുപറിയായാലും മോഷണമായാലും എല്ലാം ഇന്ന് കേരളത്തിലാണ് കൂടുതൽ നടക്കണം. കേരളത്തിൽ നടക്കുന്നതിൻ്റെ കാര്യം എന്താണ്? തക്കതായ ശിക്ഷകൾ ഇല്ല, അല്ലേ? തക്കതായ ശിക്ഷയില്ല. അവർ പോയിട്ട് ഒരു വർഷം, കള്ളന്മാരായാലും പോയിട്ട് കള്ളന്മാരുടെ ശിക്ഷയെന്ന് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. കള്ളന്മാരായാലും പോയിട്ട് കുറച്ച് നാൾ കിടന്ന് ഉണ്ടയൊക്കെ തിന്ന് കനത്ത് കുറുകി അവന്മാരിങ്ങോട്ട് ഇറങ്ങും. സിനിമാ നടന്മാരെ പോലെ അവരിങ്ങോട്ട് ഇറങ്ങും. നമ്മളെ ഗോവിന്ദചാമിയൊക്കെ കണ്ടില്ലേ? ഒരു പെണ്ണിനെ മൃഗീയമായിട്ട് കൊന്നിട്ട് ഇപ്പം എന്താ നമ്മുടെ സിനിമാ നടൻ ബാലേക്കാളും സൗന്ദര്യവതിയനായിട്ടാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് സിനിമാ നടന്മാരായിട്ട് തോന്നും. ഗോതമ്പ് ഗോവിന്ദചാമിയെ കണ്ടാൽ അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവന്മാരുടെ തെറ്റ് അവന്മാർക്ക് ആക്കാനുള്ള ഒരു ചാൻസ് വേണം നമ്മളിവിടെ കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഒരു തൊഴിൽ സ്ഥാപനങ്ങളിലോ ഒരു തൊഴിലോ ഒന്നും ഇവനൊക്കെ കൊടുക്കരുത്. ഇവനൊക്കെ ഇങ്ങനെ കടന്ന് തെണ്ടി അലയണം. ഇങ്ങനെ അലയണം, ഗതി കിട്ടാതെ ആത്മാക്കൾ അലയുമെന്ന് പറഞ്ഞില്ല, അതുപോലെ കിടന്ന് അലഞ്ഞ് വേണം ഇവന്മാർ ഇവിടെ ജീവിക്കാൻ. ഇവനൊക്കെ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം പുറത്ത് ഈ തെറ്റ് ചെയ്ത് ഇവർ നാളെ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ എന്താണ് ഇവിടെ നിൽക്കുന്ന ഇവന്മാർ അടുത്ത കള്ളന്മാരും പിടിച്ചോറിയന്മാരും അല്ലെങ്കിൽ ഇതുപോലെ ക്രൂര മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവരും വിചാരിക്കാതെ ഇവരിറങ്ങിപ്പോയിട്ട് അവർ പുഷ്പം പോലെ ഇറങ്ങി വന്നല്ലോ, അപ്പം നമുക്കും ഇതെന്താ ചെയ്തുകൂടാത്ത? നമ്മൾ പോയാലും നമ്മളെ കുറച്ച് ദിവസം അവിടെ ഇട്ടിട്ട് നമുക്ക് ഇറങ്ങി വരാം. നമുക്കിറങ്ങി പോലെ ഇറങ്ങി പോരാ. നമ്മളെ ഇത്ര നാളല്ലേ ശിക്ഷിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഇറക്കി വിടുമ്പോൾ പുറത്ത് ഇരിക്കുന്ന ഈ ഇവന്മാർക്ക് ഇതൊരു വളവാവും, അല്ലേ? അവൻ ചെയ്തിട്ട് പുഷ്പം പോലെ ഇറങ്ങി വന്നു. അതുപോലെ ആണ് നമുക്ക് ഇറങ്ങി വരാൻ കുറച്ച് നാളത്തെ ശിക്ഷയേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്യണതിന് എന്താ? കുറച്ച് കാലം കിടത്തേലേ ഉള്ളൂ, ബാക്കി കാലം നമുക്ക് സുഖമായിട്ട് പുറത്തിറങ്ങി ജീവിക്കാമല്ലോ എന്നുള്ള മെൻറ്റാലിറ്റിയാണ് ഈ ആൾക്കാരെ എല്ലാം കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഈ ശിക്ഷ ഇല്ലാത്ത ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഈ കേരളം എന്തിനാണ് ഈ കോടതി നിയമവും അങ്ങനെയൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത്? എല്ലാവർക്കും എല്ലാവരെയും ശിക്ഷിക്കാനുള്ളതാണ്. കുറ്റം ചെയ്യാത്തവരെ പിടിച്ചുകൊണ്ടിട്ട് അവരെ ശിക്ഷിക്കും, കുറ്റം ചെയ്യണവർ നാട്ടിൽ കിടന്ന് വിലസു, അതാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇനിയുള്ള ശിക്ഷയൊക്കെ നാട്ടുകാർ തന്നെ അങ്ങ് സ്വന്തമായിട്ട് ഏറ്റെടുക്കണം. നാട്ടുകാർ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് നാട്ടുകാരങ്ങ് ഇവനെയൊക്കെ അങ്ങ് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് എല്ലാ കുടുംബത്തിലും കുഞ്ഞുങ്ങളുണ്ട്. എല്ലാം ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ പോലും ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ നാളെ ഈ സമൂഹത്തിൽ വളർന്നു വന്ന് പഠിക്കേണ്ട കുഞ്ഞുങ്ങളാണ്. അവർ ഒരേ തൊഴിൽ പഠിക്കാൻ പല കോളേജുകളിലും പല നാടുകളിലും ഒക്കെ പോവേണ്ടതാണ്. അപ്പം ഞാൻ പറയുന്ന രക്ഷകർത്താക്കൾ തന്നെ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങി ഇതുപോലെയുള്ളവന്മാർക്ക് നല്ല ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അവരുടെ ഒരു വീട്ടിലൊരു പ്രശ്നം നടന്നത് മകൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ മകളുടെ കാര്യമാണെന്ന് വെച്ചാലും ഇതാക്കാതെ ഇത് നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ ഇങ്ങനെ വന്നുകൂടാഴികയില്ല. അപ്പം നമ്മളും ഇതിനു വേണ്ടി പ്രതികരിക്കണം എന്ന് മാതാപിതാക്കൾക്ക് തോന്നി എല്ലാവരും അതിനു വേണ്ടി ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
എൻ്റെ ചെറിയൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇത് പോലീസിന് നിയമത്തിനും വിട്ടുകൊടുക്കാതെ ആൾക്കാർ തന്നെ ഇതിനെ കൈകാര്യം ചെയ്യണം. ഇവനെയൊക്കെ പിടിച്ചോണ്ട് മുഖവും മറച്ച് പിടിച്ചോണ്ട് പോയില്ലേ, ആരെങ്കിലും അവന്മാരോട് എന്തെങ്കിലും ചോദിച്ചോ, എന്തിനാണ് നിങ്ങളിത് ചെയ്തത് എന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇല്ല. അതൊന്നും ചോദിക്കാൻ അവിടെയെങ്ങും ആൾക്കാരില്ല. വല്ല അവിഹിത കഥകളോ അല്ലെങ്കിൽ ഒളിച്ചോട്ടോ പിടിച്ചോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ് ചോദിക്കാനും പറയാനും പ്രതികരിക്കാനും. ഇതിനൊന്നും നേരെ ആർക്കും പ്രതികരിക്കാൻ വയ്യ. അപ്പം ഇത് വേറൊരു വീട്ടിലെ കുട്ടിയുടെ കാര്യമല്ല, നിങ്ങളുടെയും കൂടെ വീട്ടിലെ കുട്ടികളുടെ ഭാവി ഓർത്ത് രക്ഷകർത്താക്കളും ഇതിന് നേരെ പ്രതികരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എന്താണ്, ഇതുപോലുള്ള ആൾക്കാരുടെ കയ്യിൽ നാളെ നമ്മുടെ ജീവനെ കൊണ്ട് കൊടുക്കേണ്ടിയാണ്. ജീവനെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആശുപത്രി ഒരു അസുഖം വരുമ്പോൾ നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ പോകും. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ട്, നേഴ്സുമാരുടെ അശ്രദ്ധ കൊണ്ട് എന്തൊക്കെ നടക്കുന്നു നമ്മളിതൊന്നും അറിയുന്നില്ല, അല്ലേ? നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് പുറം ലോകത്തോട്ട് അറിയുന്നത്. അറിയാത്ത എത്രയോ കാര്യങ്ങൾ അവരൊക്കെ എല്ലാവരും ഒതുക്കി തീർക്കണുണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായമാണ്. പിന്നെ ഇവന്മാർക്ക് ആ കുട്ടിക്ക് എങ്ങനെ വേദന അനുഭവിച്ചോ അതേ വേദന ഇവന്മാരും അനുഭവിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല പോലീസ് കോടതിയിൽ അല്ല ജയിലിൽ പിടിച്ചോണ്ടിട്ടിട്ട് 4 ഇടിയും കൊടുത്തോ 2 അടിയും കൊടുത്തെന്നും പറഞ്ഞെന്ന് ഇവന്മാരൊന്നും നേരെ ആവാൻ പോണില്ല. ആ കുട്ടീനെ എങ്ങനെ പിച്ച് ചീന്തിയോ അതുപോലെ ഇവന്മാർക്കും ആ ഒരു വേദന ഇവന്മാരുടെ ശരീരത്തിൽ മേൽക്കണമെങ്കിൽ അതിൻ്റെ തീവ്രത എന്താണെന്ന് ഇവന്മാർ മനസ്സിലാക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നേഴ്സന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയ്യോ നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ, നമ്മൾ ദൈവത്തെ പോലെയാണ് അവരെയൊക്കെ കാണുന്നത്, അല്ലേ? നമ്മൾ സത്യം പറഞ്ഞ ദൈവത്തെ പോലും അത്രയും ഇതായിട്ട് കാണത്തില്ല. അതുപോലെ നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന നമ്മളെ ഡോക്ടറാണ്. നമ്മളെ ജീവൻ നമുക്ക് ഒരറിവുമില്ല, ഒരു മരുന്നിനെ കുറിച്ചോ ഒരു ചികിത്സയെക്കുറിച്ചൊന്നും ഒരു അറിവും ഇല്ലാതെയാണ് നമ്മൾ ആ ഡോക്ടറിൻ്റെ മുന്നിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ ജീവൻ അവരുടെ കയ്യിലാണ്. അവരിൽ നിന്നൊരു പാഴ്ച വന്നാൽ നമ്മുടെ ജീവൻ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യണത്, അല്ലേ? അപ്പോൾ അവർ ചികിത്സിച്ച് ആ ഡോക്ടർ നമ്മളെ ചികിത്സിച്ച് നമുക്ക് ഭേദമാകുമ്പോൾ നമ്മളെന്താണ്, ദൈവമേ ഡോക്ടർ എത്ര നല്ല ഡോക്ടറാണ്, നമ്മളെ ജീവൻ രക്ഷിച്ച ഡോക്ടറാണ് അല്ലെങ്കിൽ നേഴ്സാണ് എന്നാണ് നമ്മൾ അവരെ പറയുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ അവരെയൊക്കെ കാണുന്നത്. അവരൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പം നാളെ നമ്മളെയൊക്കെ ഗതി എന്തായി തീരും? നാളെ നമുക്ക് ഒരു അസുഖം വന്നാൽ എങ്ങനെയാണ് നമ്മൾ ഡോക്ടറിൻ്റെയും നേഴ്സുമാരുടെയും മുമ്പിലോട്ട് നമ്മൾ ചെല്ലുക? എല്ലാവരും ഇല്ല കേട്ടോ, ഒന്നും മാലാഖമാരെ പോലെ ദൈവത്തെ പോലെ നമ്മളെയൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാരൊക്കെ ഒരുപാടുണ്ട്, ഇല്ലെന്നല്ല. പേടിയാണ്, ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും പേടിയാണ്. പ്രാർത്ഥിക്കുവാണ് ദൈവത്തോട് ഒരു അസുഖം വരാതെ നടക്കുന്ന നടപ്പിൽ തന്നെ നമ്മുടെയൊക്കെ ജീവൻ പോകണം. ഇഞ്ചിഞ്ചായിട്ട് അവിടെ ഇവിടെയും കയറ്റി നമ്മളെ കൊല്ലണേക്കാളും നല്ലതല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം. എല്ലാവർക്കും എല്ലാവരുടേതുമായിട്ടുള്ള അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ സർക്കാരും എല്ലാം ഇടപെട്ട് നല്ല ശിക്ഷ തന്നെ ഇവന്മാർക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഈ 5 പേര് കൊച്ചുകുട്ടികളാണ്, 10, 30 വയസ്സൊന്നുമുള്ള പിള്ളേരല്ല, 10, 20, 22, 23 ആ പ്രായക്കാരാണ് എല്ലാവരും. അവർക്കൊക്കെ ഈ ഇത്ര ചെറുപ്രായത്തിൽ ഇത്രയും ക്രൂരമായിട്ട് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ഇവർ വളർന്ന് കുറച്ചുകൂടെയൊക്കെ മുതിർന്ന പൗരന്മാരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവന്മാരുടെ മൈൻഡ് എന്താവും, നമ്മുടെ നാടിൻ്റെ ഗതി എന്താവും? ഇവരെയൊക്കെ പോലുള്ളവരുണ്ടല്ലോ, ഈ കേരളത്തിൻ്റെ തന്നെ ശാപമാണ് ഇവനെയൊക്കെ പോലെ ഉള്ള ഈ നരാധവന്മാർ. കേരളത്തിൻ്റെ തന്നെ ശാപമാണ്. പിന്നെ വളർത്തു ദോഷവും കുറച്ചുണ്ട്, അല്ലേ? വളർത്തു ദോഷമുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛനമ്മമാർ മക്കളോട് സ്നേഹമായിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മനസാക്ഷി മരവിപ്പിക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ ഒരു അലിവും സ്നേഹവും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്നും കൂടെ കിട്ടേണ്ട കാര്യങ്ങളാണ്. വീട്ടിൽ ഒരു ചിലന്തിയെ കണ്ടാൽ അടിച്ചു കൊല്ലൽ, ഒരു പാറ്റയെ കണ്ടാൽ അടിച്ചു കൊല്ലൽ, കൊല്ലക്കം, ഒരു പല്ലിയെ കണ്ടാൽ അടിച്ചു കൊല്ലണം,
ഒരു ഉറുമ്പിനെ കണ്ടാൽ ചവിട്ടി കൊല്ലണം. ഇതൊക്കെയാണ് ചില ചില വീടുകളിലൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ഈ കുഞ്ഞു പിള്ളേർ കണ്ട് കണ്ട് വളരുമല്ലേ. അപ്പം അതൊന്നും ഇല്ല. അതിപ്പം ഒരു ഇതല്ല. ചിലന്തി പാറ്റയൊന്നും കണ്ടാൽ ചിലർ കൊല്ലത്തില്ല, ഞാനൊന്നും കൊല്ലത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പിള്ളേരായാലും ഒന്നിനെ അവർ ഉപദ്രവിക്കത്തില്ല. അപ്പം എൻ്റെ മോനൊക്കെ പറയുന്നത്, എന്തിനാണ് അത്, നിങ്ങൾക്ക് ജീവിക്കാൻ ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം അവരെ വെറുതെ എന്തിനാണ് കൊല്ലുന്നത്? അവർ ഒരു വീട്ടിൽ, ഞാൻ കൊല്ലത്തില്ല. അഥവാ നമുക്ക് കൊല്ലേണ്ടി വന്നാൽ എന്ന് വെച്ചാൽ പല്ലിയൊന്നും നമ്മളാരും ആരും കൊല്ലത്തില്ല. പാറ്റയോ ചിലന്തിയോ ഒക്കെ ചിലപ്പോൾ ഓടുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ ഒരടി കൊടുത്ത് ചെത്തുന്നിരിക്കും. അപ്പോൾ എൻ്റെ മോനൊക്കെ അങ്ങനെയാണ് പറയണത്. പിന്നെ എൻ്റെ മോനൊക്കെ ആണെങ്കിൽ തവളയെ വരെ പേടിയാണ്. ഞങ്ങളൊക്കെ താമസിച്ചിരുന്ന ഈ മഴ പെയ്യുമ്പോഴുണ്ടല്ലോ, ഈ തവള കയറി വരും. കുറോ വിളിച്ചിട്ട് കയറി വരും. അപ്പം അവന് താഴെ വല്ലതും ആണ് കസേരയിൽ ഇരിക്കുമ്പോൾ കാല് നിലത്തോട്ട് ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്, താഴെ തട്ടിയാണല്ലേ കസേര ഇരിക്കുമ്പം. അന്നേരം തവള അവിടെ ആ പരിസരത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അവര് കട്ടിലിൻ്റെ മേലെ കയറിയിരിക്കും. എന്നിട്ട് തവള അമ്മ അടിയമ്മ എന്നും പറഞ്ഞ് കയറി കട്ടിലിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നതാണ്. അത്രയ്ക്ക് പേടിയാണ്. എല്ലാ ജീവികളും ഇങ്ങനെ. ഞാൻ തന്നെ, എനിക്ക് എല്ലാത്തിനെയും ഇഷ്ടമാണ്. എല്ലാ മൃഗങ്ങളെയായാലും പക്ഷികളെയായാലും എല്ലാത്തിനെയും ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു പേടിയാണ്. വെറുപ്പമല്ല, ഒരു പേടി. അത് കയ്യിലിരുന്ന് ഇങ്ങനെ ഒരുമാതിരി ഇക്കളാവും പോലെ ആവും. എനിക്ക് പേടിയാണ്. ഞാൻ ഒന്നിനെ അങ്ങനെ കൈ കൊണ്ടെടുക്കും, എനിക്ക് പേടിയാണ്. എന്ന് പറഞ്ഞ പോലെ അതൊക്കെ വീട്ടിൽ നിന്നേ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്. ഈ ദയ, കാരുണ്യം. കുറച്ച് മാതാപിതാക്കളും കൂടെ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.